ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റി, വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. കരിക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇളനീരുകൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു ഇളനീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കാൻ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് മെൽറ്റാക്കി എടുക്കുക. ഇനി ഇത് നമുക്കൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ എടുക്കാം. ഇനി ഒരു ഇളനീരാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ അരിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടായാൽ ഇതിലേക്ക് നമുക്ക് മെൽറ്റാക്കി വെച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് മധുരത്തിന്. മധുരം കുറവുള്ളവർക്ക് വേണ്ട. ഇനി ഇത് നമുക്ക് ഒരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കണം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും, നന്നായിട്ട് ഉറച്ച് കിട്ടും. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. ഇനി കരിക്കിൻ്റെ കഴമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇളനീരിൻ്റെ. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. ഈ കരിക്കിലേക്ക് ഇളനീരിലേക്ക് ഇതിൽ പകുതി പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഈ കരിക്കിൻ്റെ ഇളനീരിൻ്റെ കഴമ്പ് നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടെ അതിലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പുഡിങ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഇതൊന്ന് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കട്ടിയായിട്ട് വരും. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. കരിക്കിൻ്റെ പേസ്റ്റ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് കുറുകി വന്നുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ച പാല് ഫുള്ളും ഇതിൽ ഒഴിച്ചിട്ട് കട്ടല്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലവർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ച കരിക്കിൻ്റെ വെള്ളം ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പുഡിംഗ് ട്രേയിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഇളനീരിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കരിക്കിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ഈ ജെല്ലി പോലത്തെ കട്ടകളും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
കുറച്ച് ചൂടാറിയതിന് ശേഷം ഇത് ഇട്ടാൽ മതി. ഇതൊന്ന് സെറ്റാക്കി വെക്കാം. ഇതൊരു ക്രീമി സ്ട്രക്ചറിലാണ്. നമ്മൾ ഇതിൽ ചൈന ഗ്രാസ് വെള്ളത്തിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ജലാറ്റിനും വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ കട്ടിയായിട്ട് ഉള്ളതല്ല, ഒരു ക്രീമി സ്ട്രക്ചറിലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ടൂട്ടി ഫ്രൂട്ട്സ്, ഈ ചുവപ്പ് കളറാണ്, പിന്നെ സ്ട്രോബെറി ഡ്രൈ ഫ്രൂട്ട്സ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. പിസ്ത, ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് മുകളിലിട്ട് എടുത്ത് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്